നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച കോളേജിനും നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകണം. അത് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആവെ മരിയ അസോസിയേറ്റ്സ് അണ്ടർ ദി മാനേജ്മെന്റ് ഓഫ് ആവെ മരിയ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റി, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, കട്ടപ്പന, ഹെഡ് ഓഫീസ് എറണാകുളം. ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MD-യുടെ നേതൃത്വത്തിൽ സൈക്യാട്രിക് വിഭാഗവും അൾട്രാസൗണ്ട് സ്കാനിംഗ് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. ബാല ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. അറബിക്കടലിന് മുകളിൽ നിലകൊള്ളുന്ന ബിപോർചോയ് ചുഴലിക്കാറ്റിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും ഫലമായി സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരും. തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. അരിക്കൊമ്പൻ നിരീക്ഷണം ശക്തമാക്കി കേരള വനം വകുപ്പ്. അരിക്കൊമ്പൻ കേരള അതിർത്തിയിൽ നിന്ന് നിലവിൽ 150 കിലോമീറ്റർ അകലെയാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. പീരുമേട് ജനവാസ മേഖലയിൽ തുടർച്ചയായ 5ാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഈ വർഷം നവംബറിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിൽ വൈദ്യുതി വകുപ്പ്. പള്ളിവാസലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പഴയ മൂന്നാറിൽ പുതുതായി നിർമ്മിച്ച ടണൽ മുഖത്ത് 2 ഷട്ടറുകൾ സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാർ സത്രം NCC എയർ സ്ട്രിപ്പിന്റെ ഒലിച്ചുപോയ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 6 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 15-നകം എയർ സ്ട്രിപ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ തീരുമാനം. 1.5 കിലോമീറ്റർ ദൂരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഓഗസ്റ്റിൽ കേഡറ്റുകൾക്ക് പരിശീലനം തുടങ്ങാനാകുമെന്ന പ്രതീക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. അറബിക്കടലിന് മുകളിൽ നിലകൊള്ളുന്ന ബിപോർചോയ് ചുഴലിക്കാറ്റിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും ഫലമായി സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരും. അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയ ബിപോർചോയ് വീണ്ടും ശക്തി പ്രാപിച്ച് വടക്ക് കിഴക്ക് ദിശയിലും തുടർന്നുള്ള 3 ദിവസങ്ങൾ വടക്ക് പടിഞ്ഞാറ് ദിശയിലും സഞ്ചരിക്കാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. അരിക്കൊമ്പൻ നിരീക്ഷണം ശക്തമാക്കി കേരള വനം വകുപ്പ്. അരിക്കൊമ്പൻ കേരള അതിർത്തിയിൽ നിന്ന് നിലവിൽ 150 കിലോമീറ്റർ അകലെയാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നിലവിൽ ആനയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും റേഡിയോ കോളർ വഴിയുള്ള നിരീക്ഷണം ഇനി തിരുവനന്തപുരത്ത് നിന്നാകുമെന്നും അധികൃതർ അറിയിച്ചു. അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നതിനുള്ള ആന്റിന പെരിയാറിൽ നിന്ന് തിരുവനന്തപുരം ഡിവിഷന് കൈമാറും. കമ്പത്തു നിന്നും തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി മുണ്ടന്തുറൈ കടുവാ സങ്കേതത്തിൽ അപ്പർ കോതയാർ ഭാഗത്ത് മുത്തുക്കുളി ഭാഗത്ത് തുറന്നുവിട്ട അരിക്കൊമ്പൻ കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയെന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചിരുന്നു. കന്യാകുമാരി വനമേഖലയിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. തുമ്പിക്കൈക്കേറ്റ പരിക്കിന് ചികിത്സ നൽകിയാണ് ആനയെ വനത്തിലേക്ക് തുറന്നുവിട്ടിരുന്നത്. നിലവിൽ ഒറ്റയ്ക്ക് തുമ്പിക്കൈ ഉപയോഗിച്ച് തീറ്റയെടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. റേഡിയോ കോളർ വഴി ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സദാ നിരീക്ഷിച്ചു വരികയാണ്. ഈ മാസം 6-നാണ് കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലെ അപ്പർ കോതയാർ ഭാഗത്ത് അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. പീരുമേട് ജനവാസ മേഖലയിൽ തുടർച്ചയായി 5ാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ശനിയാഴ്ച രാത്രിയിൽ പീരുമേട് സിവിൽ സ്റ്റേഷൻ വാർഡിൽ IHRD സ്കൂളിന് സമീപം PS ഷംസിന്റെ പുരയിടത്തിലെ വേലി പൊളിച്ചെത്തിയ കാട്ടാനക്കൂട്ടം ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ വാഴകൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ 5 ദിവസമായി പീരുമേട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. എരുമേലി, വണ്ടിപ്പെരിയാർ, പീരുമേട് റേഞ്ചുകൾക്കെല്ലാമായി വനംവകുപ്പിന്റെ 1 വാഹനവും 5 ജീവനക്കാരും മാത്രമാണുള്ളത്. അതിനാൽ തന്നെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. കുട്ടിക്കാനത്ത് വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വനസൗഹൃദ സദസ്സിൽ പ്രദേശത്ത് ഒരു RRT ടീമിനെ കൂടി അനുവദിക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായിട്ടില്ല. പ്രദേശത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയതോടെ എരുമേലി റേഞ്ചിൽപ്പെട്ട മൂഴിയാറിലായിരുന്ന RRT ടീം രാവിലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയ പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിരുന്നു. പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. ഈ വർഷം നവംബറിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വൈദ്യുതി വകുപ്പ്. പദ്ധതിയുടെ ഭാഗമായി പള്ളിവാസലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പഴയ മൂന്നാറിൽ പുതുതായി നിർമ്മിച്ച ടണൽ മുഖത്ത് കഴിഞ്ഞ ദിവസം 2 ഷട്ടറുകൾ സ്ഥാപിച്ചു. പുതിയ പദ്ധതിയുടെ ഭാഗമായി പള്ളിവാസലിലെ പഴയ പവർ ഹൌസിന് സമീപത്ത് നിർമ്മിച്ച പുതിയ പവർ ഹൌസിൽ ടർബൻ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുവരുന്നത്. യന്ത്രങ്ങൾ സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തിയ ശേഷം നവംബർ ആദ്യവാരം തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
പള്ളിവാസൽ പദ്ധതിയുടെ ഭാഗമായ മാട്ടുപ്പെട്ടി പവർ ഹൌസിൽ വൈദ്യുതോൽപാദനത്തിനു ശേഷം പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2001 ജനുവരി 20-ന് പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. 310 കോടി രൂപയായിരുന്നു പദ്ധതിക്കായി അനുവദിച്ചത്. എന്നാൽ പിന്നീട് സർക്കാർ ഈ തുക പല തവണകളായി വർദ്ധിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി വെള്ളം കൊണ്ടുപോകുന്നതിനായി പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിന് സമീപത്തുനിന്ന് 3.5 കിലോമീറ്റർ ദൂരത്തിലുള്ള തുരങ്ക നിർമ്മാണം അടുത്തിടെയാണ് പൂർത്തിയാക്കിയത്. 2001-ൽ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് നിർമ്മാണം ആരംഭിച്ചത്. വണ്ടിപ്പെരിയാർ സത്രം NCC എയർ സ്ട്രിപ്പിന്റെ ഒലിച്ചുപോയ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 6 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 15-നകം എയർ സ്ട്രിപ്പ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഒലിച്ചുപോയിരുന്നു. ഇതോടെ പ്രവർത്തനങ്ങളുടെ വേഗം കുറഞ്ഞു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുക അനുവദിക്കുകയായിരുന്നു. 1 കിലോമീറ്റർ 400 മീറ്റർ ദൂരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 1 കിലോമീറ്റർ ദൂരം സ്വകാര്യ എസ്റ്റേറ്റിന്റെ റോഡ് വിട്ടുകിട്ടുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ വാഴൂർ സോമൻ MLA അറിയിച്ചു. ഇതിനൊപ്പം വാച്ച് ടവറും നിർമ്മിക്കും. ഓഗസ്റ്റിൽ കേഡറ്റുകൾക്ക് പരിശീലനം തുടങ്ങാനാണ് NCCയുടെ തീരുമാനം. ഇരവികുളത്ത് ഇത്തവണ നടത്തിയ കണക്കെടുപ്പിൽ 803 വരയാടുകളെ കണ്ടെത്തി. ഇതിൽ 128 എണ്ണം പുതുതായി പിറന്ന കുഞ്ഞുങ്ങളാണ്. 2022-ൽ നടത്തിയ കണക്കെടുപ്പിൽ 795 വരയാടുകളാണ് ഉണ്ടായിരുന്നത്. 2022-ൽ നടത്തിയ കണക്കെടുപ്പിലെ 795 വരയാടുകളിൽ 125 എണ്ണം കുഞ്ഞുങ്ങളായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വരയാടുകളുടെ എണ്ണത്തിൽ നേരിയ വർധനയാണുള്ളത്. 1968 മുതൽ വനംവകുപ്പ് നടത്തിയ കണക്കെടുപ്പിൽ 2015-ലാണ് ഏറ്റവും അധികം വരയാടുകളെ കണ്ടെത്തിയത്, 900 എണ്ണം. 8 മുതൽ 12 വയസ്സുവരെയാണ് വരയാടുകളുടെ ശരാശരി പ്രായം. ഇത്തവണത്തെ കണക്കെടുപ്പിൽ ഏറ്റവും അധികം വരയാടുകളെ കണ്ടെത്തിയത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ പെരുമാൾ മലയിലാണ്. 178 എണ്ണത്തിനെ ഇവിടെ കണ്ടു. കഴിഞ്ഞ മെയ് 24 മുതൽ 28 വരെയായിരുന്നു ഇത്തവണത്തെ കണക്കെടുപ്പ് നടന്നത്. ഇരവികുളം, പാമ്പാടുംചോല ദേശീയ ഉദ്യാനങ്ങളിലും ചിന്നാർ വന്യജീവി സങ്കേതത്തിലുമായി നടന്ന കണക്കെടുപ്പിൽ 102 പേർ പങ്കെടുത്തു. ഉടുമ്പൻചോല ജോയിന്റ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഓഫീസിന് മുമ്പിൽ ജനകീയ ധർണ നടത്തും. നെടുങ്കണ്ടം മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങളുമായി പോകുന്ന പെട്ടി ഓട്ടോകൾ ഉൾപ്പെടെയുള്ളവ തടഞ്ഞ വൻ പിഴയാണ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഈടാക്കുന്നത്. ഉടുമ്പൻചോല ജോയിന്റ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഓഫീസിന് മുമ്പിൽ ജനകീയ ധർണ നടത്തുമെന്ന് സമരസമിതി നേതാക്കൾ നെടുങ്കണ്ടത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇരുമ്പ് പൈപ്പുകളുമായി പോയ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് 20,000 രൂപയുടെ പിഴയാണ് ചുമത്തിയത്. ഇരുമ്പ് പൈപ്പുകൾ വാഹനത്തിന് മുകളിലേക്ക് ഉയർന്നു നിന്നു എന്ന കാരണത്താലാണ് വൻതുക പിഴ ഈടാക്കാനുള്ള നോട്ടീസ് നൽകിയത്. അധികൃതരുടെ ഇത്തരം നടപടികൾ വ്യാപാരികളോടും മോട്ടോർ വാഹന തൊഴിലാളികളോടുമുള്ള വെല്ലുവിളിയാണെന്ന് സമരസമിതി നേതാക്കൾ നെടുങ്കണ്ടത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരി സമൂഹമായാലും ശരി, തൊഴിലാളികളായാലും ശരി, എല്ലാവരും ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ഇവിടെ റോഡിന്റെ നിർമ്മാണമായാലും ലൈംഗികതയുടെ നിർമ്മാണമായാലും ഒരു കന്നാലിപ്പുള്ള നിർമ്മാണമായാൽ പോലും ഒരു പെട്ടി മണലോ കല്ലോ അതല്ലെങ്കിൽ പൈപ്പോ ഷീറ്റോ വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ 12-ാം തീയതി രാവിലെ 11 മണിക്ക് നെടുങ്കണ്ടത്തെ RTO ഓഫീസിലേക്ക് ഒരു ധർണ സംഘടിപ്പിക്കാൻ നെടുങ്കണ്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കച്ചവട സമൂഹവും അതുപോലെ മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളും അതുപോലെ നിർമ്മാണ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളും കോൺട്രാക്ടർമാരുൾപ്പെടെ ഈ പരിപാടി, ഈ പ്രതിഷേധം വിജയിപ്പിക്കാനതിനെ പറ്റിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഹൈറേഞ്ചിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് പല മേഖലകളിലും വലിയ വാഹനങ്ങളിൽ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ ജനങ്ങളും വിപണിയും ചരക്ക് നീക്കത്തിന് ആശ്രയിക്കുന്നത് ചെറിയ പിക്കപ്പ് വാഹനങ്ങളെയാണ്. ഈ വാഹനങ്ങൾക്ക് വൻതുക പിഴ ചുമത്തുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 100 ആളുകളെയും ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സാരമായി ബാധിക്കും. 1 മാസത്തോളം വണ്ടി ഓടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അധികം തുകയാണ് ചെറിയ കുറ്റങ്ങൾ കണ്ടെത്തി വൻ പിഴ ഈടാക്കുന്നതിലൂടെ വാഹന ഉടമകൾക്ക് നഷ്ടമാകുന്നത്. ഇത്തരം വാഹനങ്ങളിൽ കമ്പി, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയവ കയറ്റുമ്പോൾ വാഹനത്തിന്റെ നീളം കവിഞ്ഞ് തള്ളി നിൽക്കും. ഇത് അപ്രായോഗിക നിയമലംഘനമായാണ് ഇതുവരെ ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും കണക്കാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഉടുമ്പൻചോല RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇത്തരം ചരക്ക് വാഹനങ്ങൾക്ക് 20,000 രൂപ വരെ പിഴ ഈടാക്കാൻ തുടങ്ങി. ഇത് പ്രദേശത്തെ വ്യാപാര, കാർഷിക, നിർമ്മാണ, വാഹനത്തൊഴിലാളി മേഖലയെ നിശ്ചലമാക്കി. പേടിച്ചുട്ട് ജനം പട്ടണത്തിലേക്ക് വരാത്ത സാഹചര്യമാണുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. പൊതുജനം, ഞങ്ങൾ ഉൾപ്പെടുന്ന പൊതുജനത്തിൻ്റെ സുരക്ഷിത ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു. പൂർണ്ണമായ സുരക്ഷിതത്തോടുകൂടി അവർക്ക് സുരക്ഷിത നൽകിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ, നിയമങ്ങൾ നടപ്പാക്കുവാൻ എന്ന് ഞങ്ങൾ ബോധവാന്മാരാണ്. ഈ ധർണയിലെ
ഇവിടുത്തെ നല്ലവരായ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ മേഖലയുടെ പ്രതിസന്ധികൾ മാറ്റണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ പൊതുസമൂഹം ഉണർന്ന അപ്രായോഗിക നിയമത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 നടക്കുന്ന പ്രതിഷേധ ധർണ MM മണി MLA ഉദ്ഘാടനം ചെയ്യും. ധർണയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും പങ്കാളികളാണെന്ന് സമരസമിതി അംഗങ്ങളായ TV ശശി, ജെയിംസ് മാത്യു, നൌഷാദ് ആലുമുട്ടിൽ, സജീവ് ആർ നായർ, ജെയ്സ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് സ്ഥലം സന്ദർശിച്ചു. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡ് വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ്. വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ സന്ദർശിച്ചത്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി സമരങ്ങൾ ഇതിനോടകം നടന്നിരുന്നു. പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ ഭാരവാഹികളുമായും മ്ലാമല തേങ്ങാക്കൽ പ്രദേശവാസികളുമായും വിഷയത്തിൽ ചർച്ചയും നടന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സർവേക്കായി PWDയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി ഉന്നയിച്ച ശബരിമല സമാന്തര പാതയുടെ വികസനവുമായി കൈകോർത്ത് എങ്ങനെ പാതയുടെ വികസനം നടത്താമെന്ന് ആലോചിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി, ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രായോഗികമായി കുറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1,10,00,000 രൂപ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി സ്വാഭാവികമായും ഇപ്പോൾ താൽക്കാലികമായ റോഡ് സഞ്ചാരയോഗ്യമാക്കുകയും, എന്നാൽ ഈ റോഡിൻ്റെ അനന്തമായ സാധ്യതകളുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പഴക്കമേറിയ തേങ്ങാക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുന്നുണ്ട്. അതനുസരിച്ച് ഒരു 2 റോഡുകളെ സംബന്ധിച്ച് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സമാന്തര പാതയെ സംബന്ധിച്ച് ദില്ലിക്കല്ല് ശബരിമല റോഡിൻ്റെയും അതുപോലെ തന്നെ കോട്ടയം കുമളി റോഡുകളെയും സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു സമാന്തര പാതയ്ക്ക് വലിയ സാധ്യതയാണുള്ളത്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി അദ്ദേഹം നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ശബരിമലയ്ക്കൊരു സമാന്തര പാത സംബന്ധിച്ചുള്ള ആലോചന അദ്ദേഹം പറഞ്ഞിരുന്നു. CV വർഗീസിനൊപ്പം സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ, CPM പിരമിഡ് ഏരിയ സെക്രട്ടറി S സാബു, റോഡ് വികസന സമരസമിതി ചെയർമാൻ ശശികുമാർ, വൈസ് ചെയർമാൻ K കബീർ താന്നിമൂട്ടിൽ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും സന്ദർശനവേളയിൽ പങ്കെടുത്തു. കട്ടപ്പനയിലെ സ്വകാര്യ ഷെൽട്ടർ ഹോമിൽ നിന്നും കാണാതായ ഒറീസ സ്വദേശിനിയെ കണ്ടെത്തി. ഷെൽട്ടർ ഹോമിന് സമീപമുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു യുവതി. യുവതിയുടെ പിതാവും സഹോദരനും കട്ടപ്പനയിലെത്തി യുവതിയെ കോടതിയിൽ ഹാജരാക്കി. കട്ടപ്പനയിലെ ഷെൽട്ടർ ഹോമിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ ഒറീസ സ്വദേശിയായ സുജിസ്മിത എന്ന 24 വയസ്സുള്ള യുവതിയെ വൈകിട്ട് 4 മണിയോടെയാണ് കണ്ടെത്തിയത്. ഷെൽട്ടർ ഹോമിന് സമീപമുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു യുവതി. ഡോഗ് സ്ക്വാഡും പോലീസും ഷെൽട്ടർ ഹോം അധികൃതരും ചേർന്ന് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. യുവതിയുടെ സഹോദരനും പിതാവ് രമേഷ് പട്ടാസിനിയും പോലീസ് സ്റ്റേഷനിലെത്തി. യുവതിയെ കോടതിയിൽ ഹാജരാക്കി. വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി ട്രെയിനിൽ പാലക്കാട് എത്തുകയും അവിടെ നിന്ന് ബസ്സിൽ കട്ടപ്പനയെത്തിയ യുവതിയെ സംശയം തോന്നിയ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. എന്നാൽ അവർ എത്താൻ 2 ദിവസം താമസമുള്ളതിനാലാണ് കട്ടപ്പനയിലെ സ്വകാര്യ ഷെൽട്ടർ ഹോമിൽ താമസിപ്പിച്ചത്. ഇവിടെ നിന്നാണ് യുവതി ഇറങ്ങിപ്പോയത്. ബിരുദധാരിയായ യുവതിക്ക് ഭർത്താവും 4 വയസ്സുള്ള കുട്ടിയുമുണ്ട്. ഇടയ്ക്കിടെ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന യുവതി മുൻപും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളതായി പിതാവ് പോലീസുകാരെ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുരിക്കാശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടെ മുരിക്കാശ്ശേരിയിൽ നടന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മാതാ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പൊതുയോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് കുടുംബവും വ്യാപാരവും എന്ന വിഷയത്തിൽ സന്ദേശം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ R രമേശ് കുടുംബ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CK രാജു, യൂണിറ്റ് സെക്രട്ടറി റോബർട്ട് കണ്ണൻചുറ, ട്രഷറർ ബിറ്റാച്ച് പ്രഭാകർ, വർക്കിംഗ് പ്രസിഡന്റ് ഷാഹുൽ മേച്ചേരി, വനിതാ വിംഗ് പ്രസിഡന്റ് അംബിക രാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു.
യോഗത്തിൽ മുതിർന്ന വ്യാപാരികളെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കായിക പ്രതിഭകളെയും അനുമോദിച്ചു. വ്യാപാരികളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. നരേന്ദ്രമോദി സർക്കാർ 9 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷം BJP ഉപ്പുതറ കോട്ടമല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ചേർന്ന 20ഓളം കുടുംബങ്ങൾക്കുള്ള സ്വീകരണവും പരിപാടിയിൽ നടന്നു. BJP ഉപ്പുതറ കോട്ടമല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാർ 9 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷം കോട്ടമലയിൽ നടന്നു. ഒപ്പം CPM, CPI, കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്ന 20ഓളം കുടുംബങ്ങൾക്കുള്ള സ്വീകരണവും നൽകി. BJP ജില്ലാ ഉപാധ്യക്ഷൻ K. കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ஜாதி மத வேறுபாடு இல்லாமல் நாட்டுடைய மக்களுக்காக சேவை செய்து கொண்டிருக்கின்ற ஒரு சேவகன், பாரதிய ஜனதா கட்சியுடைய தலைவனும் நம்ம நாட்டுடைய தலைமை அமைச்சருமான நரேந்திர மோடி ஆட்சியினுடைய செயல்பாடுகளை மனதார ஏற்றுக்கொண்டு சுமார் 7 ஆண்டு காலம் கேரள மக்களை ஏமாற்றிக் கொண்டிருக்கிற இடதுசாரி விட்டு மாறி இன்று பாரதிய ஜனதா கட்சி இணைகின்ற அந்த சகோதரர்களுக்கு மனமார்ந்த வாழ்த்துக்களை தெரியப்படுத்திக் கொள்கிறோம். വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് എത്തിയവരെ മാലയിട്ടും മധുരം നൽകിയുമാണ് സ്വീകരിച്ചത്. യോഗത്തിൽ OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് C. സന്തോഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, സെക്രട്ടറി വിജയകുമാർ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശശികല സെൽവം, ഏരിയ പ്രസിഡന്റ് M. ബിജു, ബൂത്ത് പ്രസിഡന്റ് ബിനു AK, ജനറൽ സെക്രട്ടറി സെൽവം എന്നിവർ സംസാരിച്ചു. കട്ടപ്പന നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ 4 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ശേഷം സ്ഥലം മാറിപ്പോകുന്ന വികാരി ഫാദർ PM തോമസ് പുളിക്കലിന് യാത്രയയപ്പ് നൽകി. ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. കട്ടപ്പന നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി ഫാദർ PM തോമസ് പുളിക്കലിന് ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഇടവകയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും ആത്മീയ സംഘടനകളുടെയും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഫാദർ PM തോമസ് പുളിക്കൽ മറുപടി പ്രസംഗം നടത്തി. 2019 മെയ് മാസം 1-ാം തീയതി മുതൽ ഈ 2023 ജൂൺ മാസം 16-ാം തീയതി വരെയുള്ളതായ ഈ കാലഘട്ടം നരിയമ്പാറ സെന്റ് മേരീസ് ഇടവകയിൽ ഒന്നിച്ച് നമുക്ക് ജീവിക്കുവാനും ഒന്നിച്ച് സന്തോഷിക്കുവാനും ദൈവം നമുക്ക് നൽകിയതായ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ട്രസ്റ്റി ജേക്കബ് കുര്യൻ കോച്ചേരിൽ, സെക്രട്ടറി ഡാനി ദാനിയൽ പുരന്തല്ലൂർ, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോർജ് ജേക്കബ് കോച്ചേരിൽ, VT വർഗീസ് വാഴയിൽ, സാബു വി മാത്യു വാഴപ്പറമ്പിൽ, ലൈസാമ്മ ദാനിയൽ പുനന്തല്ലൂർ, ഫെവിൻ വർഗീസ് മാളിയക്കൽ, ഡീന അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം വണ്ടൻമേട് ചേറ്റുകുഴി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു. ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. ദീപങ്ങൾ കയ്യിലേന്തിയ നവാഗതരെ ശാഖാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
കുടുംബയോഗങ്ങളിൽ നിന്നായി 100ഓളം കുട്ടികളാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. ശാഖായോഗം സെക്രട്ടറി ബിജു പെരിയോർകുന്നേൽ, യൂണിയൻ കമ്മിറ്റി അംഗം ഷിബിച്ചൻ പ്ലാക്കൽ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഷൈൻ, സെക്രട്ടറി ധനീഷ് തണ്ടാശ്ശേരിൽ, വനിതാ സംഘം പ്രസിഡന്റ് അജിത ബാബു വാഗവയിലിൽ, സെക്രട്ടറി ഷൈനി റിജി മാനങ്കേരിൽ, സുനിത ബിനോയി, നന്ദന കെ പി, ചിപ്പി അജയൻ, അനുപമ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗിരിജവിലാസം NSS കരയോഗത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ ഗിരിജവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം അയ്യപ്പൻകോവിലിൽ നടന്നു. ഹൈറേഞ്ചിലെ ആദ്യ ശാഖയാണ് അയ്യപ്പൻകോവിൽ ഗിരിജവിലാസം NSS കരയോഗം. കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും ബാലസമാജത്തിന്റെയും പൊതുയോഗം സംയുക്തമായിട്ടാണ് സംഘടിപ്പിച്ചത്. പൊതുയോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തി. തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളാണ് ചാനലുകളിൽ വരുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ മകൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെയാണ് NSS സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ ആക്കിയിരിക്കുന്നു. മറ്റൊരു വിവാദം വരുന്നു. കന്യാകുമാരിയിലെ കണ്ണായ സ്ഥലം 30 സെന്റ് വസ്തു വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റു. വേറൊരു വിവാദം വരികയാണ്. ചങ്ങനാശ്ശേരിയിൽ വഴി സൗകര്യമില്ലാത്ത വില അന്യായ വിലയ്ക്ക് വാങ്ങി. തുടങ്ങി ഓരോ ദിവസവും പുതിയ 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 വിവാദങ്ങൾ. ഈ വിവാദങ്ങൾക്കൊന്നും നമ്മുടെ നേതൃത്വം മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. വിവാദം ഉന്നയിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഈ വിവാദങ്ങൾക്കൊന്നും മറുപടി ഉണ്ടാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് കണ്ണടച്ചു പോട്ടെ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. കാരണം നായർ സമുദായത്തിൽപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങായി തണലായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക സംഘടനാ സംവിധാനം അത് നായർ സർവീസ് സൊസൈറ്റി മാത്രമാണ്. പൊതുയോഗത്തിൽ കരയോഗം പ്രസിഡന്റ് TS ഗോപിനാഥപിള്ള, ചീന്തലാർ കരയോഗം പ്രസിഡന്റ് PG സാബു, കാഞ്ചിയാർ കരയോഗം പ്രസിഡന്റ് രവീന്ദ്രൻ നായർ, സെക്രട്ടറി ദിലീപ് കുമാർ, തൊപ്പിപ്പാട കരയോഗം പ്രസിഡന്റ് സുകുമാരൻ പിള്ള, സെക്രട്ടറി വിജയ് കുമാർ, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗം തങ്കമ്മ രാജേന്ദ്രൻ, വനിതാ സമാജം പ്രസിഡന്റ് ആനന്ദവല്ലി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി മഞ്ജു ബിജു, ശ്രീഹരി ബിജു, ഗൗതം അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. കൊന്നത്തടി മുള്ളരിക്കുടി SN ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൊന്നത്തടി മുള്ളരിക്കുടി SN ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മുള്ളരിക്കുടിയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി മുള്ളരിക്കുടിയിൽ ആരംഭിച്ച ക്ലബ്ബാണ് SN ക്ലബ്. ഒരുപറ്റം യുവാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ക്ലബിന്റെ നേതൃത്വത്തിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചത്. SNDP യോഗം മുള്ളരിക്കുടി ശാഖ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നേത്ര ചികിത്സാ ക്യാമ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. ഒന്ന് മൊബൈൽ ഫോണും അതേപോലെ സാങ്കേതിക വിദ്യയുടെ പുറകെയുള്ള പാച്ചിലും സമയമില്ലാത്തതിനൊക്കെ ഓരോ പ്രശ്നങ്ങളായി എടുത്തു കാണിക്കുമ്പോഴും വായനശാലകളെയും അതുപോലെ ക്ലബുകളെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു യുവതലമുറയുടെ നേതൃത്വ നിര അതിൽ നിന്ന് അപ്രത്യക്ഷമായതുമെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോ SN ക്ലബിന്റെ കാര്യമാണെങ്കിലും അതേപോലെ ചില ലൈബ്രറികളും ഒക്കെ ഈ അടുത്ത കാലത്ത് വളരെ നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അഭിനന്ദനാർഹമാണ്. ക്ലബ് പ്രസിഡന്റ് മനീഷ് തോപ്പിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോബി കുന്നക്കാട്ട മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇടിയാങ്കുന്നേൽ, SN ക്ലബ് സെക്രട്ടറി അർജുൻ കല്ലാനിക്കൽ, PR അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച നൂതന പരിശോധനയാണ് ക്യാമ്പിൽ ഒരുക്കിയിരുന്നത്. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. BSc കെമിസ്ട്രി പരീക്ഷയിൽ 8ാം റാങ്ക് നേടിയ ദയാ മരിയ മാത്യുവിനെ കട്ടപ്പന കല്ലുകുന്ന ഫ്രണ്ട്സ് SHGയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. BSc കെമിസ്ട്രി പരീക്ഷയിൽ MG യൂണിവേഴ്സിറ്റിയിൽ 8ാം റാങ്ക് കരസ്ഥമാക്കിയ പന്നാംകുഴിയിൽ ദയാ മരിയ മാത്യുവിനെയാണ് SHGയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. സംഘം പ്രസിഡന്റ് വർക്കി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഈ ഓരോ വിജയവും ഇതൊരു വലിയ മത്സര പരീക്ഷയാണ്. അവിടെ തീർച്ചയായിട്ടും ഒന്നാമത് എത്തുന്നതിനകത്തൊരു പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അല്പം പുറകിൽ പോകുന്നവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് വിജയത്തിന്റെ മാറ്റം കൂടുന്നത് എന്നുള്ളത് വാസ്തവമുള്ള കാര്യം. പക്ഷേ ഒന്നാം ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മത്സരമാണ്. അവിടെ പ്രഥമ സ്ഥാനത്തെത്തുക, അവിടെ മുൻപന്തിയിൽ നിൽക്കുക എന്ന് പറയുന്നത്
എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹം. വാർഡ് കൗൺസിലർ ധന്യ അനിൽ, അഡ്വക്കേറ്റ് തോമസ് കാവുങ്കൽ, വർക്കി ജോസഫ്, മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് യോഗം ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലാണ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. മികച്ച വ്യക്തിത്വം കാഴ്ചവെക്കുക എന്നതിന് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. കുട്ടികൾ മികച്ച വിജയം നേടി സമൂഹത്തിൽ മാതൃകയാകാൻ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യം തന്നെ നമുക്ക് നന്ദി പറയാനുള്ള ദൈവത്തിന് നന്ദി പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ കാരണവന്മാർക്ക് നന്ദി പറയണം, മാതാപിതാക്കൾക്കും മക്കൾക്കും നന്ദി പറയണം, ടീച്ചർമാർക്കൊക്കെ നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ +2 കഴിഞ്ഞു. ഇനി നിങ്ങൾ കോളേജിലേക്കും അതുപോലെ തന്നെ അടുത്ത +1 +2 പോവാണ്. അപ്പം ഇനിയത്തെ നമ്മുടെ കാലഘട്ടമാണ് ഏറ്റവും ജീവിതത്തിന്റെ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം 10ാം ക്ലാസ് വരെ നമ്മൾ അപ്പന്റെ അമ്മയുടെ ഒക്കെ കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരുടെ ഒപ്പം നിന്ന് നമ്മൾ പഠിച്ചു പോയി, അല്ലെ കൂട്ടുകാരോടൊപ്പം. ഇനി നിങ്ങൾ +2 വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ചേച്ചിയും ചേട്ടായൊക്കെ ആയി, ഇനി ഒരു വലിയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആകും. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ലഹരിയുടെ വലിയൊരു ദുരുപയോഗമുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളുകളിലും മേലുകുളത്തും എല്ലായിടത്തും ഉണ്ട്. അപ്പം ലഹരിക്കെതിരെ പോരാടുവാനും ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളാരും വഴിതെറ്റിപ്പോകാതെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് വരണം. വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകിയും മധുരം നൽകിയും അനുമോദിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിലെ യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്റർ അരുൺ ടോം, ലിജു നെൽസൺ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വെള്ളച്ചാട്ടങ്ങളുടെയും പ്രകൃതി വിസ്മയങ്ങളുടെയും നാടാണ് അടിമാലി മാങ്കുളം. മഴ പെയ്തതോടെ കാട്ടാറുകളും വെള്ളച്ചാട്ടങ്ങളും സജീവമായി തുടങ്ങി. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടമടക്കമുള്ള ജലപാതങ്ങൾ പ്രകൃതി ഭംഗിയുടെ വിസ്മയ കാഴ്ചയായി മാറുകയാണ്. ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളെ മനോഹരിയാക്കുന്ന കാലമാണ് മൺസൂൺ കാലം. ഇടമുറിയാതെ പെയ്യുന്ന മഴയിൽ ജലപാതങ്ങൾ സജീവമാകും. രൗദ്രഭാവം പുൽകുന്ന വെള്ളച്ചാട്ടങ്ങൾ നൽകുന്ന മനോഹാരിത വർണ്ണാതീതമാണ്. ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ കാണണമെങ്കിൽ ഇടമുറിയാതെ മഴ പെയ്യുന്ന മൺസൂൺ കാലത്ത് തന്നെ കാണണമെന്ന് ജലപാതങ്ങളുടെ വശ്യമനോഹാരിത ആസ്വദിച്ചു മടങ്ങുന്നവർ പറയുന്നു. വെള്ളച്ചാട്ടങ്ങളുടെ നാടായ മാങ്കുളത്തും കാട്ടാറുകളും കാട്ടരുവികളുമൊക്കെ മഴ സമ്മാനിച്ച കുളിർമയിൽ രൗദ്രഭാവം പൂണ്ടൊഴുകി തുടങ്ങി. പച്ചപ്പിന് മുകളിൽ നൂൽമഴ പെയ്തിറങ്ങുന്ന കാഴ്ച ഇടയ്ക്കിടെ കോടമഞ്ഞ് മറിക്കും. മലനിരകളിൽ വെള്ളിവര തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ഈ മലയോര ഗ്രാമത്തിന് വല്ലാത്ത ഭംഗി നൽകാറുണ്ട്. പാറക്കെട്ടുകളിൽ തട്ടി നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾക്ക് പറയാവുന്നതിനും എഴുതാവുന്നതിനും അപ്പുറം ഭംഗിയുണ്ട്. മഴ കനക്കുന്നതോടെ തലതല്ലി ചിതറി ജലപാതങ്ങൾ കൂടുതൽ രൗദ്രഭാവം പൂൽകും. വനത്തിന്റെ നിശബ്ദത മുറിക്കുന്ന ഒഴുക്കിന്റെ ഇരമ്പൽ കാഴ്ചയുടെയും ഭംഗി വർദ്ധിപ്പിക്കുന്നതാണ്. ആശങ്കകളെല്ലാം ഒഴിഞ്ഞ് സഞ്ചാരികളുടെ വരവിനായി കാതോർക്കുകയാണ് മാങ്കുളവും ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും. ഉയരത്തിൽ ഏതാണ്ട് ആതിരപ്പള്ളിയോടടുത്തു വരും പെരുമ്പൻകുത്ത്. കാണുമ്പോൾ സത്യമെന്ന് തോന്നും, ഒരു വ്യത്യാസമുണ്ട്. പെരുമ്പൻകുത്ത് പല തട്ടുകളായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് രൗദ്രതയേക്കാൾ ഭംഗിയാണ് ഈ കുത്തിന്. കോഴിവാലൻകുത്ത്, കരിന്തിരിക്കുത്ത്, മീൻകുത്തിക്കുത്ത് എന്നിങ്ങനെ സാഹസികർക്ക് ഏറെ പ്രിയപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് മാങ്കുളം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച കോളേജിനും നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകണം. അത് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആവെ മരിയ അസോസിയേറ്റ്സ് അണ്ടർ ദി മാനേജ്മെന്റ് ഓഫ് ആവെ മരിയ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റി, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, കട്ടപ്പന, ഹെഡ് ഓഫീസ് എറണാകുളം. പാലാ ഹോസ്പിറ്റൽ ഡോക്ടർ G
ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്യാട്രിക് വിഭാഗവും അൾട്രാസൗണ്ട് സ്കാനിംഗ് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. വാല ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. അറബിക്കടലിന് മുകളിൽ നിലകൊള്ളുന്ന ബിപോർചോയ് ചുഴലിക്കാറ്റിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും ഫലമായി സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരും. തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. അരിക്കൊമ്പൻ നിരീക്ഷണം ശക്തമാക്കി കേരള വനം വകുപ്പ്. അരിക്കൊമ്പൻ കേരള അതിർത്തിയിൽ നിന്ന് നിലവിൽ 150 കിലോമീറ്റർ അകലെയാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പീരുമേട് ജനവാസ മേഖലയിൽ തുടർച്ചയായ 5ാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഈ വർഷം നവംബറിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിൽ വൈദ്യുതി വകുപ്പ്. പള്ളിവാസലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പഴയ മൂന്നാറിൽ പുതുതായി നിർമ്മിച്ച ടണൽ മുഖത്ത് 2 ഷട്ടറുകൾ സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാർ സത്രം NCC എയർ സ്ട്രിപ്പിന്റെ ഒലിച്ചുപോയ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 6 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 15-നകം എയർ സ്ട്രിപ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ തീരുമാനം. 1.5 കിലോമീറ്റർ ദൂരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഓഗസ്റ്റിൽ കേഡറ്റുകൾക്ക് പരിശീലനം തുടങ്ങാനാകുമെന്ന പ്രതീക്ഷ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.